ഇത് വിറ്റ് പോയ മരമാണ്, വിറ്റ് പോയതാട്ടോ ഇതൊക്കെ വിറ്റ് പോയ മരം. ഈ എസ് കണ്ടില്ലേ, ഈ എസ് കണ്ടതൊക്കെ വിറ്റ് പോയ മരം കേട്ടോ. ഈ എസ് ഉള്ളതൊക്കെ വിറ്റ് പോകുന്ന മരം, വിറ്റ് പോയിട്ടുള്ള മരങ്ങളാണ്. ഇത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രിയിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരൊറ്റ തേക്കിന് തന്നെ 8 ലക്ഷം, ഈ ഒരൊറ്റ തേക്കിന് 8 ലക്ഷം അതിൻ്റെ മേലത്തേക്ക് വരും കേട്ടോ. ഈ ഒറ്റ തേക്കിന് തന്നെ 8 ലക്ഷത്തിൻ്റെ മേലത്തേക്ക് വരും. പിന്നെ അതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഹൈ ക്വാളിറ്റി എ ഗ്രേഡിലുള്ള മരങ്ങളാണ്, എ ഗ്രേഡിലുള്ള മരങ്ങളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെ വിറ്റ് പോകാത്ത മരങ്ങളാണ് കേട്ടോ. ഇത് വിറ്റ് പോയ മരമാണ്. ഇതുണ്ടല്ലേ എസ്, ഈ എസ് കണ്ടില്ലേ സെയിലടിച്ചാണ്. ആ എസ് കണ്ടില്ലേ, അത് സെയിലടിച്ചതാണ്. കണ്ടില്ലേ, അങ്ങനത്തെ മരങ്ങളൊക്കെ സെയിലടിച്ചതാണ്, സെയിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിലമ്പൂർ വുഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുക, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. എനിക്ക് ട്രേഡിംഗ് ലൈസൻസ് ഉള്ളതാണ് ഇവിടെ. കണ്ടില്ലേ, ഈ ഒറ്റ മരത്തിന് തന്നെ ഒരു 6 ലക്ഷം റുപ്യ, 7 ലക്ഷം, ചിലപ്പോൾ 8 ലക്ഷം, ചിലപ്പോൾ 10 ലക്ഷം വരെ പോകും കേട്ടോ ഈ ഒരു മരത്തിന്. കണ്ടില്ലേ, ഒരു 10-20 അടീൻ്റെ മേലത്തേക്ക് നീളമുണ്ട് ഇത്. കണ്ടില്ലേ, സെയിലടിച്ച മരം കേട്ടോ, സെയിലടിച്ച മരം. ഇതിലൊക്കെ 8 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം, ലക്ഷങ്ങളെ കളി കേട്ടോ മരം. ആപ്പൂപ്പ മരങ്ങളല്ല, ടോപ്പ് മരങ്ങളാണ്. വെള്ള എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ഫുൾ കാതലായിരിക്കും, ഫുൾ കാതൽ. ഈ മരത്തിന് നോക്കി, ഈ മരത്തിനൊക്കെ നോക്കി, ഇവിടെ ഇതെന്തെങ്കിലും ഉണ്ടോ? വെള്ളം എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ തൊലി നോക്കി, തൊലി വരെ കറുത്തിട്ടുള്ളതാണ്. അതായത് തൊലിക്ക് നോക്കി 6 mm ഗ്യാപ്പേ ഈ തൊലിക്കുള്ളൂ. കണ്ടില്ലേ, 6 mm പോലും ഇല്ല, അത്രയും ഇതായി നിൽക്കുകയാണ്. സെയിലടിച്ച മരാട്ടത്. അതെ, സെയിലടിച്ച മരമാണ്. എൻ്റെ പൊന്നെ, എന്താ ഇതിൻ്റെ ഒരു മണം മച്ചന്മാരെ, അത്ര വരെ തോറ്റു പോകും. ഇതൊക്കെ വിൽക്കാത്ത മരം കേട്ടോ. ഇത് വിറ്റതാ. എസ് കണ്ടില്ലേ, സെയിലടിച്ചതാണ്. ഇതൊന്നും വിൽക്കാത്ത മരം കേട്ടോ. ഇതിനൊക്കെ ഏറിയ ഒരു 10 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ആ റേഞ്ചിലൊക്കെ പോകട്ടെ ഈ മരം, ഒറ്റ പീസ് കേട്ടോ. ഇതായത് ഇതൊരു 8 ക്യൂബിക് മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടത്. 8 ക്യൂബിക് മീറ്റർ കേട്ടോ, 8 ക്യൂബിക് മീറ്റർ കേട്ടോ. അതായത് ക്യൂബിക് ഫീറ്റ് അല്ല, ഫീറ്റും മീറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 8 ക്യൂബിക് മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെ ക്യൂബിക് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാൽ അതിൻ്റെ വില കണക്കാക്കാം. ഇതൊക്കെ അതേ മാറ്റം കേട്ടോ. ഇത് സെയിലടിച്ചതാണ്, ഇത് സെയിലായിട്ടില്ല കേട്ടോ. L50-25. ഈ മരത്തിൻ്റെ ഒക്കെ ഒരു ലെവൽ നോക്കി, ഒരു 8 മീറ്ററോ 10 മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടത്. 8 മീറ്ററിന് മേലെ ഉണ്ടാവും എന്തായാലും. കണ്ടില്ലേ, ഈ ലോകം മുഴുവൻ മൊത്തം മരം കേട്ടോ.
ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. പക്ഷെ എനിക്കിത് വീഡിയോ എടുക്കൽ നിർബന്ധമായതുകൊണ്ട് ഞാനിത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലമ്പൂർ തേക്ക് ഡിപ്പോ. ഇവിടെ നിന്നാണ് മരങ്ങളെല്ലാം ലേലത്തിൽ പിടിച്ച് അവനവന് കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, ഇതാ ലോകം മൊത്തം മരങ്ങളാട്ടോ. പക്ഷെ ലക്ഷങ്ങൾ കയ്യിൽ വേണം മരം എടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പക്ഷേ അതായത് ഒരു കമ്പനിക്ക് മരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാർപ്പൻറ്റർ ഒരു ഫർണിച്ചറിൻ്റെ മരം എടുക്കുകയാണെങ്കിൽ അവർക്ക് ട്രേഡ് ലൈസൻസും GST നമ്പർ, ടിൻ നമ്പർ എല്ലാം വേണം കേട്ടോ. അല്ല ഒരു വ്യക്തിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 8 ക്യൂബിക് മീറ്റർ മരം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് മരം എടുക്കണമെന്നുണ്ടെങ്കിൽ 8 ക്യൂബിക് മീറ്റർ മാത്രമേ മരം കിട്ടുള്ളൂ. അല്ല ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സ്ഥാപനങ്ങൾക്കോ മറ്റ് വേണ്ടിയിട്ട് അൺലിമിറ്റഡായിട്ട് മരം എടുക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ 8 ക്യൂബിക് മീറ്റർ മാത്രം മരം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വില കണക്കാക്കുന്നത് ഒരു മീറ്ററിന് വണ്ണം 186 സെൻറ്റിമീറ്ററിൻ്റെ മേലത്തേക്ക് വണ്ണം ഉണ്ടെങ്കിൽ അത് A ക്ലാസ് മരമായിരിക്കും. ആ A ക്ലാസ് മരത്തിന് 4 ലക്ഷം വരെ ഒരു മീറ്ററിന് കൊടുക്കേണ്ടി വരും. 4 ലക്ഷം വരെ കേട്ടോ ഒരു മീറ്റർ കൊടുക്കേണ്ടി വരും. ഉണ്ട്, ഇതൊക്കെ സെയിലടിച്ചാട്ടോ. ഇതൊക്കെ ചുരുങ്ങിയത് ഒരു 7 ലക്ഷം 8 ലക്ഷം ഉറുപ്പ്യക്കൊക്കെ പോയിട്ടുണ്ടാവും ഈ ഒരൊറ്റ മരം കേട്ടോ. ഒറ്റ മരം. ഇതിൻ്റെ മണം അസാധ്യം മണമാണ് കേട്ടോ. അസാധ്യം മണം, അത്തറിൻ്റെയൊക്കെ മണം. ആഹാ, ഈ മരത്തിൻ്റെ ഒക്കെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഇതൊക്കെ ശരാശരി കുറഞ്ഞ മരങ്ങളാണ് കേട്ടോ. ശരാശരി കുറഞ്ഞ മരങ്ങളാണ്. ഇതൊക്കെ കുറഞ്ഞ മരങ്ങളാണ്. വലിയ വണ്ണം ഒരു 2 അടീൻ്റെ മേലത്തേക്കുള്ള വണ്ണമുള്ള സാധനങ്ങളാട്ടോ. അത് 2 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60-70 സെൻറ്റിമീറ്ററിൻ്റെ മേലത്തേക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇതൊക്കെ വണ്ണങ്ങൾ ഉണ്ടല്ലേ, കുറേ ഉണ്ട്. വീഡിയോ എടുക്കുന്ന അലോഡല്ല. നമുക്കിപ്പോൾ വീഡിയോ എടുത്തല്ലേ പറ്റൂ. നമുക്കിപ്പോൾ യൂട്യൂബിലിടാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് എടുത്തല്ലേ പറ്റുള്ളൂ. ബാക്കി കോൺസിക്യൂഷൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇതൊക്കെ പുതിയ മുറിട്ട മരം കേട്ടോ. ഇതൊക്കെ പുതിയ മരങ്ങളാണ്. ഇതിന് ഒരു പീസിന് തന്നെ 2 ലക്ഷം ഉറുപ്യ 2-3 ലക്ഷം ഉറുപ്യ കണ്ടതാട്ടോ. ഇതൊക്കെ ഒരു 8 മീറ്റർ 8 മീറ്ററോ ഒക്കെ ഉണ്ടാവും കേട്ടോ. 8 മീറ്ററൊക്കെ ഉണ്ടാവും. ഇത് പുത്തം ഇപ്പോൾ 2-3 മാസത്തിനുള്ളിൽ മുറിച്ച മരങ്ങളാട്ടത്. കണ്ടില്ലേ, ഇതിനൊരു നമ്പറുണ്ട്. ഈ നമ്പർ എന്താ വായിക്കാൻ കണ്ടില്ലേക്ക്, കണ്ടില്ലേ. പണിക്കാരൊക്കെ പോകാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, മരങ്ങളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ താരതമ്യേന ചെറിയ മരങ്ങളാട്ടോ, വണ്ണം കുറവുള്ള മരങ്ങളാണ്. 1 അടി 1.5 അടി 2 അടിയൊക്കെ വണ്ണമുള്ള മരങ്ങളാട്ടോ. ഇതിനൊക്കെ കുറഞ്ഞ വിലയാവുള്ളൂ. അതായത് എന്നാലും ആവും കേട്ടോ. ഈ ഒരു പീസിന്, ഈ ഒരൊറ്റ പീസിന് തന്നെ ഒരു 40,000 ഉറുപ്യ 80,000 ഉറുപ്യൊക്കെ ആവും കേട്ടോ.
ചുരുങ്ങിയത് ഒരു 80,000 റുപ്യ ആവും കേട്ടോ. ഈ ഒരൊറ്റ പീസിന് ചുരുങ്ങിയത്, ഞാൻ ഏറ്റവും ചുരുക്കി പറയാണ്, ഏറ്റവും ചുരുക്കി ഈ ഒരൊറ്റ പീസിന് 80,000 റുപ്യൊക്കെ വരും. ഈ ഒരു പീസിന് 1,00,000 റുപ്യൊക്കെ വരും കേട്ടോ. ഈ ഒരു പീസിന് 1,00,000 റുപ്യൊക്കെ വരും. ഈ ഒരു പീസിന് 40 റുപ്യ 50 റുപ്യ ആ റേഞ്ചിലൊക്കെ വരും. ഈ ഒരു പീസിനൊക്കെ 40 റുപ്യ 50 റുപ്യ ആ റേഞ്ചിലൊക്കെ വരും. ഈ ഒരു പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ബെൻഡൊക്കെ ഉള്ള പീസുകളാണ്. അപ്പോൾ ഇത് വണ്ണം കുറവാണ്. ഇതിനൊക്കെ നമുക്ക് ഒരു 1,00,000 റുപ്യ 1.25 ഇതിനൊക്കെ ആ റേഞ്ച് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നോക്കിയേ, ഇതിനെന്തെങ്കിലും ഒരു വെള്ള കാണാനുണ്ടോ? നോക്കി, ഇതിനൊക്കെ നോക്കി, ഒരു വെള്ള കാണാനുണ്ടോ? ഈ മരത്തിൻ്റെ പ്രത്യേകത കേട്ടോ, വെള്ളം ഉണ്ടാവില്ല. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ ഈ മരത്തിന്. നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിൻ്റെ പ്രത്യേകത അതാ കേട്ടോ, മരത്തിന് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇതൊക്കെ ലോകം മൊത്തം കിടക്കുകയാണ് കേട്ടോ. അതാട്ടോ ഓഫീസ്, അവിടെ പോയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലുള്ള കേടുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതിനൊക്കെ വില കുറവായിരിക്കും കേട്ടോ. ഇതേപോലെ കേടുള്ള മരങ്ങൾ ഇതൊക്കെ നല്ല നീളം, 8 മീറ്റർ 10 മീറ്ററൊക്കെ നീളമാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ. 8 മീറ്റർ 10 മീറ്ററൊക്കെ നീളം ഉള്ള മരങ്ങളാട്ടത്. പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. മരത്തിലൊരു പേടിയും പേടിയുണ്ട. കാതലെന്ന് പറഞ്ഞാൽ കാതലിൻ്റെ അങ്ങേ തലയായിരിക്കും കേട്ടോ. ഇത് നോക്കി, തൊലി നോക്കി, ഇതാ ഈ തൊലിയാണ് ഞാൻ എടുത്ത് കാണിച്ചതാ ആയിക്കോട്ടോ. ഇതാണ് ഇതിൻ്റെ തൊലി എന്ന് പറയുന്ന ഭാഗം. തൊലി ഇതാ 4 ഇഞ്ച് പോലും ഇല്ല. ആ 4 ഇഞ്ച് ഉള്ള സ്ഥലത്ത് പോലും വെള്ളം എന്ന് പറയുന്ന സാധനം കാണാമല്ലോ കേട്ടോ. നോക്കി, ഇത് തൊലി ഭാഗമാണ്. ഈ തൊലി ഭാഗം വരെ കാതലായിട്ടുണ്ട്. അതാണ് നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത. നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത അതാണ്. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ വൈറ്റ് കുറവായിരിക്കും. വൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഉണ്ടല്ലേ, ഇതിനൊന്നും തൊലി ഇതാ തൊലിയാണ്. ആ തൊലി വരെ കാതലായി പോയതാ. അല്ലേ, ഇതൊക്കെ പിന്നെ ചെറിയ മരങ്ങളാട്ടോ, ചെറിയ മരങ്ങൾ. ചെറിയ മരങ്ങൾ, വലിയ മരങ്ങളാണ്, വില കൂടുതലുള്ള മരങ്ങളാണ് കേട്ടത്. ഇത് സെയിലടിച്ചിട്ടില്ല, ഒന്നും സെയിലടിക്കാത്ത മരങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോയി ഇതൊക്കെ വിൽക്കാത്ത മരങ്ങൾ കേട്ടോ. ഇതൊന്നും വിറ്റിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇത് നല്ല മരങ്ങൾ കേട്ടോ. വണ്ണം കുറവുള്ള 2 അടീൻ്റെ മേലെ വണ്ണമുള്ള മരങ്ങൾ കേട്ടോ. 2 അടീൻ്റെ മേലത്തേക്കുള്ള വണ്ണമുള്ള മരങ്ങൾ കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഏറിപ്പോയ ഒരു 1.5 ലക്ഷത്തിൻ്റെ മേലത്തേക്കൊക്കെ വരും കേട്ടോ. ഈ ഓരോരോ കണ്ടങ്ങൾ, ഓരോരൊറ്റ പീസുകൾ 1.5 ലക്ഷം 2 ലക്ഷം റുപ്യൊക്കെ വരും കേട്ടോ. കുറഞ്ഞ കളിയൊന്നുമില്ല. പൈസ ഉള്ളവർ വന്നാൽ മതി. പൈസ ഉള്ളവർ വിളിക്കുക, ഞാൻ മരം എടുത്ത് തരും. പണം പോയി പവർ വരട്ടെ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, ഞാൻ മരം എവിടെ വെച്ചാൽ എത്തിച്ചു തരും. എനിക്കിവിടുത്തെ ട്രേഡിങ് ലൈസൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട. അത്തരത്തിലുള്ള മരങ്ങളായിരിക്കും നമ്മൾ തരിക. കാരണം നിലമ്പൂർ ഫോറസ്റ്റ് എന്നുള്ള മരങ്ങൾ ഈ കണ്ടില്ലേ, ഈ നമ്പർ ഇട്ട മരങ്ങൾ നമ്മൾ സെയിൽ ചെയ്ത് തരും. അതായത് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. ആർക്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾ ഏത് നാട്ടിലാണോ, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ. പക്ഷെ അതിനുള്ള ചാർജുകൾ നിങ്ങൾ വഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ചാർജും കൂടി അഡീഷണൽ ചെയ്തിട്ട് ആ ചാർജും കൂടി നിങ്ങൾ തരേണ്ടി വരും കേട്ടോ. ഇതൊന്നും വിറ്റ് പോകാത്ത മരങ്ങളാണ്. ഇതിങ്ങനെ ചാരി വെച്ചിട്ടില്ലേ, ഇത് ആരോ വന്നിട്ട്
അതായത് ഇതാരോ വന്നിട്ട് എടുത്ത മരമാണ്, പക്ഷേ അത് സെയിലായിട്ടില്ല. ആളിന് വന്നിട്ട് ഇത് കുത്തിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ആവശ്യമുള്ള മരത്തുമ്മ ഇതേമാതിരി കുത്തിച്ചാൽ മതി കേട്ടോ. അത് നമുക്ക് അതിനൊരു നമ്പറുണ്ട്. ആ നമ്പർ ഇവിടെ നോക്കിയിട്ട് അവിടെ എഴുതി വെച്ച് ആ നമ്പറുള്ള മരത്തിന് എത്ര വില വരുന്നത് ആ വില നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പോന്ന് നമുക്ക് മരമായിട്ട് വീട്ടിൽ പോവാം. ഏത് മില്ലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് അർപ്പിക്കാം. ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഈ മരം അർപ്പിച്ച് തരും കേട്ടോ. ഏത് മില്ല് കൊണ്ടുപോയാലും നമുക്ക് ഈ മരം അർപ്പിച്ച് തരുവേ. ഇതൊരു ലോകം തന്നെ കേട്ടോ. അങ്ങ് പോയാൽ ലോകം തന്നെയാണ്. ഞാൻ നീച്ച് നിന്നിട്ടല്ല വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം നീച്ച് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന എല്ലാവരും കാണും. ഇത് കാണാൻ പറ്റില്ല, കാരണം വീഡിയോ അലോഡല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും, അത് വേറെ കാര്യം. നമ്മൾ ആവശ്യമാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ വിറ്റ് പോകാത്ത മരങ്ങളാട്ടോ. ഇതൊക്കെ വിറ്റ് പോകാത്ത മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ണുള്ള മരങ്ങളാണ്. ചെറിയ വണ്ണുള്ള മരങ്ങളാട്ടത്. ഇവിടെയൊക്കെ ചെറിയ വണ്ണുള്ള മരങ്ങളാട്ടോ. ഇത് ഈ ഒരു മരം പൊട്ടി കീറി കിടക്കുന്നു, പൊട്ടി കീറി കിടക്കുന്നു. മനസ്സിലായോ? ഈ മരം പൊട്ടി കിടക്കുക കേട്ടോ, പൊട്ടി കീറി കിടക്കും. രണ്ട് പീസായി പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കി. ഇവിടെ നോക്കി, ചെറിയ വണ്ണ 8 അടി നീളമുള്ള മരമാണ്. 8 അടി നീളമുള്ള മരം. കണ്ടില്ലേ, മരങ്ങളുടെ ഒരു കൂമ്പാരമാണ് കേട്ടോ ഇവിടെ. മരങ്ങളുടെ ഒരു ലോകാട്ടത്. ഈ മരങ്ങളൊന്നും വിറ്റ് പോയിട്ടില്ല കേട്ടോ. ഈ മരങ്ങളൊക്കെ വിൽപ്പനയ്ക്കുള്ള ലേലത്തിലാട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മരം എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ഇവിടെ മരം എടുത്തു വെച്ചിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കുമ്പോൾ കുറച്ച് പൈസ നമ്മൾ ഏറെ കൊടുക്കേണ്ടി വരും. അതായത് അവരെ എടുത്ത മാർജിനേക്കാട്ടിൽ കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000-50,000 ഒക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് മരം നമ്മളെ കയ്യിൽ കിട്ടും.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് മരം നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏമാന്മാർ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഏമാന്മാർ ഇവിടെ ഓരോരുത്തർ പിടിക്കുന്നുണ്ട്. ഏമാന്മാർ ഇവിടെ ഓരോ പിടിക്കുന്നുണ്ട്. ഓരോരുത്തർ പിടിക്കുകയാണ് ഏമാന്മാർ. ഏമാന്മാർ പോലെ പണിയെടുത്തോട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് ശല്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് മരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് മരം വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏകദേശം മരത്തിന് എത്ര വില വരും, അതായത് എത്ര ക്യൂബിക് മീറ്റർ മരം നിങ്ങൾക്ക് വേണം, അതിനനുസരിച്ച് നമുക്കിവിടെ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ക്യൂബിക് മീറ്ററിന് മരം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മരം, എ ക്ലാസ് മരത്തിൽ വരുന്നത് 186 സെൻറ്റിമീറ്റർ വണ്ണമുള്ള മരമാണെന്നുണ്ടെങ്കിൽ 1,00,000 മേലേക്ക് ഒരു സ്ക്വയർ മീറ്ററിന് വരും കേട്ടോ. ഒരു സ്ക്വയർ മീറ്റർ കേട്ടോ, അതിന് 1,00,000 മേലെ വരും. ഹൈ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ, എ ക്ലാസ് ക്വാളിറ്റി. പിന്നെ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. 4 ക്വാളിറ്റി, 4 ഗ്രേഡാണുള്ളത്. എ, ബി, സി, ഡി. പിന്നെ SL എന്ന് പറഞ്ഞ ഇതുണ്ട്, അതായത് SL ഷോർട്ട് ലെങ്ത്ത് ഉള്ള മരങ്ങൾ കുറഞ്ഞ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ, കുറഞ്ഞ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അതായത് 1 മീറ്റർ ആയിരിക്കാം, 1 മീറ്ററിൻ്റെ ഉള്ളിലായിരിക്കാം. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കയ്യിൽ കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നതാണ്. മരം എടുക്കാനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ട്രേഡ് ലൈസൻസ് കാര്യങ്ങളൊക്കെ എനിക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മരം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കുക. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് എവിടേക്കും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് അണ്ടർ മൈ കസ്റ്റഡി. അത് ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ മരം സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ക്വാളിറ്റി മരത്തിനാണ് ഞാൻ പറഞ്ഞത്. എ ഗ്രേഡ് മരത്തിന്, എക്സ്പോർട്ട് ക്വാളിറ്റി മരത്തിന് 186 സെൻറ്റിമീറ്റർ വണ്ണം, അതിൽ കൂടുതലുണ്ടാവും വണ്ണം, 1 മീറ്റർ സ്ക്വയർ. ഇതിനാണ് 1,00,000 മേലെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. @വിപിൻ ആചാരി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഷൈനിങ് ഓഫ് വിപിൻ ആചാരി. Okay, thank you for watching my video. All is my friend. I love you all. Thank you for watching me.